ഈ രാവിലെ ഉച്ച സമയത്ത് നമ്മളൊരു വാക്യം ധ്യാനിക്കാം. സങ്കീർത്തനം 119 42 വചനം. സങ്കീർത്തനം 119 42 വചനം. ഞാൻ നിൻ്റെ വചനത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് എന്നെ നിന്ദിക്കുന്നതിനോട് ഉത്തരം പറയുവാൻ ഞാൻ പ്രാപ്തനാകും. എത്ര നല്ല വാക്യം! രാവിലെ ദിവസം തരുന്ന വാക്യമാണ്. ഞാൻ നിൻ്റെ വചനത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് എന്നെ നിന്ദിക്കുന്നതിനോട് ഉത്തരം പറയുവാൻ ഞാൻ പ്രാപ്തനാകും. നമ്മൾ വചനം വായിക്കുന്നതായതുകൊണ്ട് നമ്മളെ നിന്ദിക്കുന്നവരും കുറ്റം വിധിക്കുന്നവരും അനേകരാണ്. അങ്ങനെ വരുമ്പോൾ അവർ ഉത്തരം പറയണമെന്നാണ് ബൈബിൾ പറയുന്നത്. ഉത്തരം പറയണം. അവർക്ക് ഉത്തരം പറയുവാൻ ഞാൻ പ്രാപ്തനാകും. എന്നെ കൊണ്ട് പറ്റത്തില്ല. മറ്റുള്ളവരെ നിന്ദിക്കുമ്പോൾ, പരിഹസിക്കുക, ദുഷിക്കുമ്പോൾ എന്നെയും കൊണ്ട് തിരിച്ചൊന്നും പറയാൻ പറ്റുന്നില്ല കർത്താവേ എന്നുമ്പോൾ ദാവീദ് പറയുകയാണ്. എന്നാൽ നീ പ്രാപ്തനാകുമെന്നാണ് വാക്യം പറയുന്നത്. പ്രാപ്തനാകും. നിൻ്റെ വചനത്തിൽ കർത്താവിൻ്റെ വചനത്തിൽ ആശ്രയിക്കുന്നവരുടെ കാര്യമായി പറയുന്നത്. കർത്താവിൻ്റെ വചനത്തിൽ ആശ്രയിക്കുന്നവരെ കുറ്റം വിധിക്കുമ്പോൾ, അത് ബൈബിൾ യേശുവിൽ വാക്യമുണ്ട്. ദൈവത്തിൻ്റെ വാഗ്ദത്തം ചെയ്യുന്ന സർവൻസിനെതിരായിട്ട് സംസാരിക്കുകയാണെങ്കിൽ അവരുടെ നാവുകൾ കുറ്റം വിധിക്കുമെന്നാണ് പറയുന്നത്. ദൈവം കുറ്റം വിധിക്കും. ദൈവത്തിൻ്റെ മക്കളെ ഒരു നാളും ഉപേക്ഷ വിചാരിക്കരുത്. അവരെ നിന്ദിക്കരുത്, അവരെ പരിഹസിക്കരുത്. അങ്ങനെ നിന്ദിക്കുകയാണെങ്കിൽ നമ്മൾ ബാധിക്കപ്പെടുന്നവരായിത്തീരും. കർത്താവ് കുറ്റം വിധിക്കുന്ന കർത്താവാണ് കർത്താവാണ് ന്യായവിസ്താരത്തിൽ കൊണ്ടുവരുന്നത്. കർത്താവിൻ്റെ കയ്യിൽ, അല്ലാതെ നമ്മളവിടെ കിടന്ന് ഒന്നും പറയണ്ട. ഞാൻ നിൻ്റെ വചനത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് എന്നെ നിന്ദിക്കുന്നതിനോട് ഉത്തരം പറയുവാൻ ഞാൻ പ്രാപ്തനാകും. എത്ര നല്ല ഈ വാക്യം നമ്മൾ വായിക്കേണ്ടതാണ്. ഇത് നമ്മൾക്ക് മന്നയാണ്, ആഹാരമാണ്, ബ്രെഡാണ്. വാക്യം ഒരു ബ്രെഡാണ്. അത് രാവിലെ എണീച്ച് പാട്ട് പാടുക, വേദോസ്തവാക്യം പ്രാർത്ഥിക്കുക ചെയ്യുവാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കുന്നത് നമ്മൾ കാണാൻ സാധിക്കും. ഞാൻ ചെയ്തുകൊണ്ട് വന്നാൽ ഇപ്പോൾ അത് ഡിലേ ആയി ചെയ്യണം. അതുകൊണ്ട് പ്രാർത്ഥന അത് രാവിലെ ചെയ്യണം. അത് നല്ലതാണ്. അടുത്ത വാക്യം. ഞാൻ നിൻ്റെ വിധികൾക്കായി കാത്തിരിക്കയാൽ സത്യത്തിൻ്റെ വചനം എൻ്റെ വായിൽ നിന്ന് നീങ്ങി കളയരുതേ. എത്ര നല്ല വാക്യം! നമ്മൾ വാക്യങ്ങളൊക്കെ വായിക്കാം. വാക്യങ്ങളൊക്കെ വായിച്ച് നമുക്ക് സംതൃപ്തരായി തീരാൻ സാധിക്കും. മെറ്റീരിയൽ ബ്ലെസ്സിങ്, സ്പിരിച്വൽ ബ്ലെസ്സിങ് വ്യത്യാസമാണ്. മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് ജോലിയുണ്ട്, അവർക്കെല്ലാം കിട്ടുന്നു. എന്നാൽ ദൈവത്തെ ആശ്രയിക്കുന്നവർക്ക് കർത്താവ് കരുതുന്നു. കർത്താവാണ് അവരുടെ എല്ലാ കാര്യം കരുതുന്നത്. കർത്താവ് ആശ്രയിക്കുന്നവർക്ക് കർത്താവ് കരുതുന്ന അവരുടെ എല്ലാ ഡ്രസ്, ഫുഡ്, ക്ലോത്തിങ്, ഷെൽറ്റർ എല്ലാം ആശ്രയിക്കുന്നത് കർത്താവിനെ ആശ്രയിക്കുന്നവരെയാണ്. ആമീൻ.